the problem. Draw the graph and write down the tie-set matrix for the network shown in figure. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഈ നെറ്റ്വർക്കിന് ആദ്യം തന്നെ നമ്മളൊരു ഓറിയൻറ്റഡ് ഗ്രാഫ് വരച്ചിട്ട് വേണം ടൈസെറ്റ് മെട്രിക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ നെറ്റ്വർക്കിന് നമുക്ക് ഗ്രാഫ് ആദ്യം വരയ്ക്കാം. ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, എത്ര നോഡ്സ് ഉണ്ടെന്ന് നോക്കണം ആദ്യം. അപ്പോൾ രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ 1, 2, 3 and 4 4 നോഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ 4 നോഡ്സ് മാർക്ക് ചെയ്യണം. 1, 2, 3 and 4. ഇനി ഓരോ എലമെൻറ്റ്സിനെയും നമുക്ക് സിംഗിൾ ലൈൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ഈ 2 ഓമിനെ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് നോഡിനിടയ്ക്കുള്ള 2 ഓം മാറ്റി അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. പിന്നെ ഫോർത്ത് ആൻഡ് സെക്കൻഡ് നോട്ട് തമ്മിൽ കണക്ട് ചെയ്തു, അത് അടുത്ത 2 ഓം ആണ്. പിന്നെ ഫോർത്ത് ആൻഡ് തേർഡ് നോഡിനിടയ്ക്കുള്ള 2 ഓമും കൂടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തതെല്ലാം 1 ഓമിന് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ 1 ഓം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നോട്ട്സിനിടയ്ക്കുള്ള മാർക്ക് ചെയ്തു, ബ്രാഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്തു, ഡയറക്ഷന് മാർക്ക് ചെയ്തു. ഡയറക്ഷൻസ് ഒക്കെ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടില്ലാത്ത പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. പിന്നെ അടുത്തത് 2 and 3 തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള 1 ഓമിനെ ഞാൻ റീപ്ലേസ് ചെയ്തു, അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. പിന്നെ 1 and 3നെ കണക്ട് ചെയ്യുന്ന 1 ohm and 10 volt ഉള്ള സീരീസ് ആയിട്ടുള്ള ബ്രാഞ്ചിനെ മാർക്ക് ചെയ്തു, അതിൻ്റെ ഡയറക്ഷനും മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ബ്രാഞ്ചസിനൊക്കെ നെയിം കൊടുക്കും. ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3, 4, 5 and 6. അപ്പോൾ ടോട്ടൽ 6 ബ്രാഞ്ചസും 4 നോഡ്സും ഉള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി ഈ ഗ്രാഫിൻ്റെ എന്ത് ചെയ്യണം, ട്രീ എടുക്കണം. അപ്പോൾ ട്രീ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രാഫിന് തന്നെ പല ട്രീസ് ഉണ്ടായിരിക്കും പോസിബിളായിട്ട്. അപ്പോൾ ഏത് ട്രീ വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പെർട്ടിക്കുലർ ട്രീ എടുക്കുകയാണ്. ഇപ്പോൾ ട്രീ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാഫിൽ എത്ര നമ്പർ ഓഫ് നോഡ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് നോഡ്സ് ഏതിലും ഉണ്ടായിരിക്കണം, ട്രീയിലും ഉണ്ടായിരിക്കണം. 1, 2, 3 and 4. ഇനി ക്ലോസ്ഡ് പാർട്സ് ഒന്നും ഉണ്ടാവാതെ എല്ലാ നോഡ്സിലേക്കും അറ്റ്ലീസ്റ്റ് 1 കണക്ഷനെങ്കിലും, ഒരു സിംഗിൾ കണക്ഷനെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. എല്ലാ നോട്ട്സും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ ട്രീ വരച്ചു. ഇനി ഇതിൻ്റെ ട്വിക്സ് ആൻഡ് ലിങ്ക്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ബ്രാഞ്ചസ് മാർക്ക് ചെയ്ത കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ട്രീ കിട്ടിയത് നോക്കാം. 4th ബ്രാഞ്ച് അല്ലേ, വിത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. 4th ബ്രാഞ്ച്, 5th ബ്രാഞ്ച് ആൻഡ് 6th ബ്രാഞ്ച് കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ ട്രീ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ട്രീക്ക് അനുസരിച്ച് ട്വിക്സും ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് മാറും. ഇതാണ് എൻ്റെ ട്വിക്സ്. ഇനി കണക്ട് ചെയ്യാത്തതിനാണ് നമ്മൾ ലിങ്ക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആ കണക്ട് ചെയ്യാത്തതിന് നമുക്കൊരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഈ ഓരോ ലിങ്ക് കണക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓരോ ലൂപ്സ് ഫോം ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ടൈസെറ്റ് മാട്രിക്സിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്തായിരുന്നു, ആർബിട്രറിലി ചൂസ് എ ട്രീ എന്നായിരുന്നു. അതാണിത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോം ദ ഫണ്ടമെൻ്റൽ ലൂപ്സ് എന്നാണ്, ബൈ കണക്റ്റിംഗ് ഈച്ച് ലിങ്ക്. അപ്പോൾ ഞാൻ ഓരോരോ ലിങ്ക്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലിങ്ക് വിത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. ഇതെൻ്റെ സെക്കൻഡ് ലിങ്ക്. ഇനി തേർഡ് ലിങ്ക്. അപ്പോൾ ഞാൻ ലിങ്ക്സ് മാർക്ക് ചെയ്തു. അങ്ങനെ ഒരു ലിങ്ക് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ലൂപ്സ്, ഫണ്ടമെൻ്റൽ ലൂപ്സ് കിട്ടും. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ലിങ്ക് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ ലൂപ്പാണ് ബ്രാഞ്ചസ് 1, 5, 4 ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ലൂപ്പ് അല്ലേ. 1, 2, 4 എന്നുള്ള നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലൂപ്പ്. ഇനി ഈ ലൂപ്പിലെ ലൂപ്പ് കറണ്ട് നമുക്ക് മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ലൂപ്പ് കറണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ലിങ്ക് കണക്ട് ചെയ്തപ്പോഴാണോ നമുക്ക് ആ ഫണ്ടമെൻ്റൽ ലൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത് ആ ലിങ്കിൻ്റെ അതേ ഡയറക്ഷനിൽ വേണം ലൂപ്പ് കറണ്ട് എടുക്കാൻ. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ലിങ്ക് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ ലൂപ്പാണിത്. സോ
ആ ഫസ്റ്റ് ലിങ്കിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ലിങ്കിൻ്റെ ഡയറക്ഷനിൽ വേണം എൻ്റെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ കറൻറ്റ് മാർക്ക് ചെയ്യാൻ. അതായത് ഈ ഡയറക്ഷൻ, ഇതാണ് എൻ്റെ I1 ഫസ്റ്റ് ലിങ്കിൻ്റെ ഡയറക്ഷൻ. ഇനി സെക്കൻഡ് ലിങ്ക് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലൂപ്പാണ് ബ്രാഞ്ചസ് 2, 6 and 5 ഇൻക്ലൂഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നോട്ട്സ് 2, 3, 4 ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ലൂപ്പ്. ഈ ലൂപ്പിലെ കറണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. അതായത് സെക്കൻഡ് ലിങ്കിൻ്റെ അതേ ഡയറക്ഷൻ, കാരണം സെക്കൻഡ് ലിങ്ക് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് സെക്കൻഡ് ലൂപ്പ്, ഫണ്ടമെൻ്റൽ ലൂപ്പ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ കറണ്ടാണ് I2. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ലൂപ്പ് നോക്കാം നമുക്ക്. തേർഡ് ലിങ്ക് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഫണ്ടമെൻ്റൽ ലൂപ്പാണ്. ഫണ്ടമെൻ്റൽ ലൂപ്പ് അതിലുള്ള ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 3, 4 and 6 ആണ്, അല്ലെങ്കിൽ 1, 4, 3 എന്നുള്ള, അല്ലെങ്കിൽ 1, 3, 4 എന്നുള്ള നോട്ട്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലൂപ്പാണ്. സോ എനിക്ക് ആ ലൂപ്പിൽ കറണ്ട് മാർക്ക് ചെയ്യാം. ആ ലൂപ്പ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് തേർഡ് ലിങ്കിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും. അതാണ് I3. അപ്പോൾ I1, I2, I3 3 ഫണ്ടമെൻ്റൽ കറൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടൈസെറ്റ് മെട്രിക്സ് എഴുതാം. ടൈസെറ്റ് മെട്രിക്സ് എഴുതുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മെട്രിക്സ് വരച്ചു. ഇതിൽ എത്ര നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും കോളംസ് ഉണ്ടായിരിക്കും. നമുക്ക് 6 ബ്രാഞ്ചസ് ആണുള്ളത്, അപ്പോൾ 6 കോളംസ് ഉണ്ടായിരിക്കും. ഇനി എത്ര ലൂപ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ലൂപ്പ് കറൻസ് ഉണ്ടോ അത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടായിരിക്കും. നമുക്ക് 1, 2, 3 3 റോസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഓരോ റോയിലും എലമെൻറ്റ്സിൻ്റെ വാല്യൂ 3 ടൈപ്പ് ആവാം, 1, 0 or -1. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് വാല്യൂസ് വരുന്നതെന്നാണ് ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് പ്രൊസീജിയറിൽ. അപ്പോൾ ആദ്യം തന്നെ നോക്കുക, ഫസ്റ്റ് ലൂപ്പ് കറണ്ട് നോക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് റോ. ഫസ്റ്റ് ലൂപ്പ് കറണ്ട് നോക്കുമ്പോൾ ആ ലൂപ്പ് കറണ്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് 1, 4 and 5 എന്നുള്ള ബ്രാഞ്ചസ് ആയിട്ടാണ്. സോ 2, 3, 6 എന്നുള്ള ബ്രാഞ്ചസ് ആയിട്ടാണ് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി 2, 3, 6ൻ്റെ അവിടെ സീറോസ് ഇടാം, കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇനി ഓരോ കറണ്ടിൻ്റെയും ഓരോ ബ്രാഞ്ചിൻ്റെയും ഈ I1 പറഞ്ഞ കറണ്ടിൻ്റെയും ഡയറക്ഷൻ കമ്പയർ ചെയ്യാം. അപ്പോൾ I1ഉം ഫസ്റ്റ് ലിങ്കും സെയിം ഡയറക്ഷനാണ്, കാരണം അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് തന്നെ അല്ലേ. കാരണം ഫസ്റ്റ് ലിങ്ക് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലൂപ്പാണ് I1ൻ്റെ ലൂപ്പ്. സോ I1ഉം 1ഉം ഒരേ ഡയറക്ഷനായതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ്ങുള്ള ഫസ്റ്റ് ബ്രാഞ്ചിലത്തെ വാല്യൂ 1 ആയിരിക്കും. ഇനി I1ഉം 5ഉം തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ നോക്കാം. I1 പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അതായത് ഈ ലൂപ്പാണിത്. ഈ ലൂപ്പ് ഇങ്ങനൊരു ലൂപ്പാണ് അല്ലേ. ഇതാണ് എൻ്റെ I1, ഇതാണ് എൻ്റെ 5th ബ്രാഞ്ച്. സോറി, ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. ഇത് 5 ഡയറക്ഷൻ, ഇത് I1. അപ്പോൾ I1 ഇങ്ങനെ ക്ലോക്ക് വൈസ് പോകുന്നു, പക്ഷെ 5th ബ്രാഞ്ചിൽ പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ അവിടുത്തെ വാല്യൂ -1. ഇനി I1ഉം 4ഉം തമ്മിൽ നോക്കാം. ഇതാണ് എൻ്റെ 4th ബ്രാഞ്ച്, ഇത് ഫസ്റ്റ് ബ്രാഞ്ച്. സോ I1 എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ആണ് ഈ ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്നത്. സോ ഇത് ക്ലോക്ക് വൈസ് ഫ്ലോ ചെയ്യുമ്പോൾ 4th ബ്രാഞ്ചിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ്. സോ അത് +1 ആയി. ഇനി നമുക്ക് സെക്കൻഡ് ലൂപ്പ് നോക്കാം. അപ്പോൾ I2 എന്നുള്ള ലൂപ്പ്. I2 എന്നുള്ള ലൂപ്പ് കണക്റ്റഡ് ആയിട്ടുള്ളത് 2, 6 and 5 എന്നുള്ള ബ്രാഞ്ചസ് ആയിട്ടാണ്. അപ്പോൾ 1ൽ അത് 0 ആയിരിക്കും, 3ൽ 0 ആയിരിക്കും, 4ൽ 0 ആയിരിക്കും. 2, 5 and 6 എന്നുള്ള ബ്രാഞ്ചസ് ആയിട്ട് കണക്ഷൻ ഉള്ളൂ. ഇനി I2ഉം 2ഉം സെയിം ഡയറക്ഷനാണ്, കാരണം നമുക്ക് ആ 2 എന്നുള്ള ലിങ്ക് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കറണ്ടാണ് I2. സോ അത് രണ്ടും സെയിം ഡയറക്ഷൻ ആവാനേ പാടുള്ളൂ, അങ്ങനെയാണ് നമ്മുടെ റൂള്. ഇനി I2ഉം 6th ബ്രാഞ്ച് നോക്കാം. I2 പോകുന്ന ഡയറക്ഷൻ്റെ ഈ ലൂപ്പിൽ അല്ലേ, ഇതാണ് ആ പെർട്ടിക്കുലർ ലൂപ്പ്. ഈ ലൂപ്പിൽ I2 ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, പക്ഷേ 6th ബ്രാഞ്ച് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അത് -1. ഇനി I2 ക്ലോക്ക് വൈസ് ഫ്ലോ ചെയ്യുന്നു. സോ ഇങ്ങനെ പോവും അല്ലേ, ഇങ്ങനെയാണ് പോകുന്നത്, പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. സോ 5th ബ്രാഞ്ചിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് I2. സോ അത് +1. ഇനി തേർഡ്, അപ്പോൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് റോ നോക്കാം. അതായത് I3 കണക്റ്റഡ് ആയിട്ടുള്ളത് 3, 4 and 6 ആണ്. 3, 4 and 6. അപ്പോൾ 1ൽ 2ലും 5ലും അതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി 3, 4, 6 നോക്കാം. 3യും I3യും എന്തായിരിക്കും? സെയിം ഡയറക്ഷനായിരിക്കും, കാരണം നമുക്ക് തേർഡ് ലിങ്ക് കണക്ട് ചെയ്തപ്പോഴാണ് I3 കിട്ടിയിരിക്കുന്നത്. സോ 3യും I3യും സെയിം ഡയറക്ഷനാണ്. ഇനി I3യും 4th ബ്രാഞ്ചും നോക്കാം, കാരണം ഇതാണ്, അതായത് 1, 4 and 3 ആ നോട്ട്സ് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലൂപ്പാണിത്. അപ്പോൾ
ഈ ലൂപ്പ് കറണ്ട് I3 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഫോർത്ത് ബ്രാഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലേ. ഇങ്ങനെയാണ് നിൽക്കുന്നത് ഫോർത്ത് ബ്രാഞ്ച്. തേർഡ് ലൂപ്പിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് നോക്കാം. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ I3 ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരും. സോ സിക്സ്ത് ബ്രാഞ്ചും I3യും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അത് +1 ആയി അതിൻ്റെ വാല്യൂ. ഇനി I3യും ഫോർത്ത് ബ്രാഞ്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കാരണം I3 ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസും ഫോർത്ത് ബ്രാഞ്ച് പോകുന്നത് ഇങ്ങോട്ടാണ്, ആൻറ്റി ക്ലോക്ക് വൈസാണ്. സോ അവിടെ -1 വരും അല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ സൈഡിൽ വരച്ച് നോക്കിയാൽ മതി. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാണ് ഫോർത്ത് ബ്രാഞ്ച്, ഇത് സിക്സ്ത് ബ്രാഞ്ച്. ഇതാണ് I3. സോ ഫോർത്ത് ബ്രാഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I3 ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് അത് -1. അപ്പോൾ നമ്മുടെ 3 റോസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ടൈസെറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈസെറ്റ് മെട്രിക്സ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലിങ്ക് കറൻസ് അല്ലെങ്കിൽ ലൂപ്പ് കറൻസ് മാർക്ക് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. അതുപോലെ എലമെൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോഴും ആ ഡയറക്ഷൻസ് കമ്പയർ ചെയ്തെടുക്കുമ്പോഴും ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ടൈസെറ്റ് മെട്രിക്സ് ഫോം ചെയ്യുക. അപ്പോൾ ഏതൊരു നെറ്റ്വർക്ക് തന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഗ്രാഫ് തരും, എന്നിട്ടാവും ചെയ്യാൻ പറയുന്നുണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൊണ്ട് എളുപ്പമാവും. ഇതിപ്പോൾ സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. സോ സർക്യൂട്ടിന് ആദ്യം തന്നെ നമ്മൾ ഓറിയൻറ്റഡ് ഗ്രാഫ് വരച്ചു. പിന്നെ ആ ഓറിയൻറ്റഡ് ഗ്രാഫിൻ്റെ ഒരു ആർബിട്രറി ട്രീ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ട്വിക്സ് ആൻഡ് ലിങ്ക്സ് മാർക്ക് ചെയ്ത്, അതായത് ഫണ്ടമെൻ്റൽ ലൂപ്സ് ഫോം ചെയ്തു. പിന്നെ ലൂപ്പ് കറൻസ് മാർക്ക് ചെയ്തു. ലൂപ്പ് കറൻറ്റിൻ്റെ ഡയറക്ഷൻ പെർട്ടിക്കുലർ ലിങ്കിൻ്റെ ഡയറക്ഷൻ്റെ സെയിം ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം ടൈസെറ്റ് മെട്രിക്സ് ഫോം ചെയ്തു. ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ് ടൈസെറ്റ് മെട്രിക്സ് ഉണ്ടാക്കാനായിട്ട്. ഇതാണ് പ്രോബ്ലം. ഈസി പ്രോബ്ലമാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.